ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു തമിഴ് പടം പരിചയപ്പെട്ടാലൊന്ന്. തളപതി വിജയെ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടായെന്ന് വരില്ല. പക്ഷേ ഇളയ തളപതി വിജയെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു അത്. ഒരു 98 മുതൽ 2007 വരെയൊക്കെയുള്ള സമയത്ത് മൂപ്പര് ഒരു നമ്മളെ അയൽവാസി പയ്യൻ അല്ലെങ്കിൽ നമ്മളൊരു ചേട്ടൻ, നമ്മളൊരു കൂട്ടുകാരൻ, ആ ലേബലിൽ കളിച്ചിരുന്നൊരു ടൈമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ വന്നൊരു സിനിമയാണ് കണ്ണുക്കുൾ നിലവ് എന്ന് പറഞ്ഞ 2000 വന്ന സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളിയുടെ ഫേവറേറ്റ് ഡയറക്ടറായ ഫാസിലാണ്. അദ്ദേഹവും വിജയും കൈകോർക്കുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു അത്. ആദ്യത്തെ സിനിമ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അനിയത്തിപ്രാവിൻ്റെ റീമേക്കായ കാതലിക്ക് മര്യാദ. ആ സിനിമയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരുടെയും ഭാഗ്യധാര വീണ്ടും ഒന്നിച്ചതാണ് ഈ സിനിമയിൽ. ഈ സിനിമ അത്യാവശ്യം നല്ലൊരു വിജയമായിരുന്നു കേട്ടോ. ഈ സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ശാലിനി, രഘുവരൻ, ശ്രീവിദ്യ, പിന്നെ കാവേരി. ഒരുപാട് മലയാളി താരങ്ങൾ ഈ സിനിമയിൽ വേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് തന്നെ ആയിരുന്നു. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗൗതം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് സിനിമ പോണത്. ഇയാളൊരു മ്യൂസീഷ്യനായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഇടക്കാലത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റുകയും ആക്സിഡൻറ്റിൽ റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറഞ്ഞ രോഗാവസ്ഥയിലേക്ക് മാറുകയും ഒക്കെയാണ്. എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് അതിന് കാരണം എന്നൊക്കെ കണ്ടെത്തുന്നതും, ശാലിനിയും അജിത്തും തമ്മിലുള്ള പ്രണയം ഉടലെടുക്കുന്നതും, കാവേരി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ കഥ. ഇദ്ദേഹം പോണ്ടിച്ചേരിയിലേക്ക് ഈ സിനിമയിൽ വരുന്നത് തന്നെ കാവേരിയെ തെരഞ്ഞിട്ടാണ്. അത് കണ്ടുപിടിക്കാൻ ശാലിനി സഹായിക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം ആദ്യം തുടങ്ങുന്നത്. ശേഷം രഘുവരൻ ഒരു സൈക്കാട്രിസ്റ്റാണ്, ശാലിനിയുടെ അച്ഛനാണ്. ഇയാളെ ഹിപ്നോട്ടിസം ചെയ്ത് നോക്കുന്നു. ശേഷം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതൊക്കെയാണ് ഈ സിനിമ. ശേഷം ഇതിലൊരുപാട് മെമ്മറബിളായ മൊമെൻറ്റ്സ് ഉണ്ട്. കാരണം ഇതിൽ വിജയ് എന്ന് പറഞ്ഞ നടനെ ഏറ്റവും ക്യൂട്ടായിട്ട് നമുക്ക് കാണാം. നല്ല ലുക്കാണ് ഈ സിനിമയിൽ കാണാൻ. വിജയുടെ ആ മീശ വെച്ചിട്ടുള്ള പഴയ ലുക്ക് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ക്യൂട്ട് ലുക്കുള്ള സിനിമകളിലൊന്നാണിത്. പുള്ളിയെ കാണാൻ പ്രത്യേക ഭംഗി ഈ സിനിമയിൽ. അതുപോലെ ഡ്രസ്സിങ് ആണെങ്കിലും ശരി, ആംബിയൻസ് ആണെങ്കിലും ശരി, ഒക്കെ നല്ല രസമാണ്. ആ സിനിമയുടെ ഒരു ടോട്ടൽ മേക്കിംഗ് തന്നെ നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കൂടെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുതൽ കുറച്ച് സീരിയസ് ടോണിലാണ് പോകുന്നത്. ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫിലുള്ള വിജയുടെ ചില മാനറിസങ്ങളും കാര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഗോട്ടിലെ വിജയ് DA ചെയ്ത് വന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള വില്ലൻ, ജീവ എന്നാണ് തോന്നുന്നു ആ സിനിമയിൽ പേര്. ആ ക്യാരക്ടറുമായിട്ട് നല്ല രീതിയിൽ ആ ക്യാരക്ടറുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് സാമ്യം തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയാണ് റെഫറൻസ് ആയിട്ട് അവർ എടുത്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ അല്ല, ഹിന്ദി വെർഷനേ ഉള്ളൂ യൂട്യൂബിൽ. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ നമ്മുടെ ചാനലിൽ.